ഇടതുപക്ഷം തന്നെയാണ് ഇനി ഉള്ള ഇലക്ഷനും കറക്റ്റായിട്ട് വരുന്നത്. കോൺഗ്രസ് വേണ്ടേ? കോൺഗ്രസ് വേണ്ട. നമുക്കൊരു വോട്ടുണ്ട്, അത് വ്യക്തിധാരയാണ്, നമുക്കത് ചെയ്യും. നമ്മളെ സഹായിക്കുന്ന ആരാണോ അവരൊക്കെ നമ്മൾ ചെയ്യും. തിരുവനന്തപുരം പിന്നിട്ട് നാട്ടുവണ്ടി ഒരു വോട്ട് യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിലെ പള്ളിത്തോട്ടത്തിലേക്കാണ് നമ്മുടെ ആദ്യ യാത്ര. അവിടെ മത്സ്യത്തൊഴിലാളികൾക്കായി ആവിഷ്കരിച്ച പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കളിലേക്ക് 175 കുടുംബങ്ങളുടെ സന്തോഷങ്ങൾ തേടിയാണ് ഈ യാത്ര. പുതിയ കോളനി വന്നവർക്ക് നമുക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട്. കാര്യം ആദ്യത്തെ പോലെ അല്ല. ആദ്യം എന്ന് പറയുമ്പോൾ ഒരു റൂമായിരുന്നു. ഇപ്പം നമുക്ക് അത്യാവശ്യമായിട്ടുള്ള വലിയ അടുക്കള, 2 ബെഡ്റൂം, അത്യാവശ്യം നിൽക്കാനുള്ള കാര്യങ്ങൾ ഇതെല്ലാം ഇതിനകത്തുണ്ട്. അവരിതെല്ലാം നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അതിന് നമ്മളിത് കടപ്പെട്ടവരാണ്. പ്രത്യേകിച്ച് മുകേഷ് സാറ്, അങ്ങനെ ഇതിന് ഭാരവാഹികളായ വിനിത ഒരുപാട് ആ കൊച്ചിതിന് വേണ്ടി ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് സഹിക്കുകയും ചെയ്ത് ഒരുപാട് ഇതിനു വേണ്ടി ആ കൊച്ച് നടന്നു ഇത് ശരിയാക്കി. കുമാരേട്ടാ ഇപ്പോഴത്തെ ജീവിതമൊക്കെ? ഇപ്പോഴത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ നല്ലൊരു കോളനിയാണ്. പഴയ കോളനിനേക്കാൾ നല്ല കോളനിയാണ്. ആദ്യത്തെ കോളനി എന്ന് പറഞ്ഞാൽ ഒരു റൂമായിരുന്നു. ഇപ്പൊ നല്ലൊരു റൂം നമുക്ക് കിട്ടി, 2 റൂം കിട്ടി. നല്ല ഇതായിട്ടാ പോകുന്നു. വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു 5 ആളുകളുള്ള ഒരു കുടുംബത്തിന് സുഖമായിട്ട് ജീവിക്കാം. ഒരു കുടുംബത്തിൽ സുഖമായിട്ട് ജീവിക്കാം. വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്കൊരു വോട്ടുണ്ട്, അത് വ്യക്തിധാരയാണ്, നമുക്കത് ചെയ്യും. അല്ലാതെ നമുക്ക് അങ്ങനെയൊന്നുമില്ല. നമ്മളെ സഹായിക്കുന്ന ആരാണോ അവരൊക്കെ നമ്മൾ ചെയ്യും. അത്ര സഹായങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. വീടിന്റെ രൂപത്തിലായാലും കിട്ടിയിട്ടുണ്ട്. നമ്മൾ കള്ളത്തരം പറഞ്ഞില്ല, വീട്ടിൽ നല്ല 2 ഇത് ഓരോ കിട്ടി. വെള്ളത്തിന് വെള്ളവും എല്ലാം തന്നിട്ടുണ്ട്. അപ്പം നമ്മളെ സഹായിക്കുന്നവരെ നമ്മൾ സഹായിക്കണം. നമുക്ക് ബത്തിയുണ്ട്, ആ ബത്തി നമ്മൾ ചെയ്തു കൊടുക്കും. നമ്മുടെ മനസ്സിൽ എന്താണ് വിചാരിച്ചത് ആ വ്യക്തിക്ക് നമ്മൾ ചെയ്തിരിക്കും. നമ്മളെ സഹായിക്കുന്നവരെ നമ്മൾ ചെയ്തിരിക്കും. അതാണ് ഇപ്പോൾ നമ്മളതല്ല. ഒരു ജീവിതകാലത്തിൽ അസാധ്യമായത് എന്ന് കരുതിയത് സാധ്യമായി കിട്ടിയ മനുഷ്യന്മാരുടെ സന്തോഷ കാഴ്ചകളാണ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചേച്ചിമാരൊക്കെ സംസാരിക്കുന്നത് പോലെ ഇനിയും കൂടുതൽ ചില പോരായ്മകളുണ്ട്. അതുകൂടെ പരിഹരിക്കാനായി കൂടുതൽ വികസനം ഇവിടേക്ക് വരണം. ഇതുപോലെ താഴെ തട്ടിലുള്ള ആളുകളെയും ചേർത്ത് പിടിച്ചാകണം ഓരോ സർക്കാരും മുന്നോട്ട് പോകേണ്ടത് എന്ന് പറഞ്ഞു വെക്കുന്നതിൻ്റെ ആവശ്യകത കൂടിയാണ് നമ്മൾക്ക് ഈ മനുഷ്യന്മാരോടൊക്കെ സംസാരിക്കുമ്പോൾ അറിയാൻ കഴിഞ്ഞത്. പഴയതിനേക്കാളും സൗകര്യമൊക്കെ ഉണ്ട്. വീട്ടിന് 2 റൂമുണ്ട്, എല്ലാം ഉണ്ട്. പഴയ വീട് ഒറ്റ റൂമുള്ളായിരുന്നു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിലാണ് പോകുന്നത്. അയാളെ പറ്റി മോശമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. നല്ല കാര്യം തന്നെ ചെയ്യുന്നത്. അതിനെപ്പറ്റി നമുക്ക് അഭിപ്രായമില്ല. അത്ര തന്നെ. തിരഞ്ഞെടുപ്പിൽ അവരുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ലഹളയാണല്ലോ ഇതുവരെ. ലഹള തീർന്നില്ലല്ലോ, അങ്ങനെ പോകുന്നു. അത്ര തന്നെ. ഉഷാറ് തന്നെ. ജീവിതമൊക്കെ സുഖമാണ്. പക്ഷേ ഈ വീട് കെട്ടിത്തന്നവന് നന്ദി പറയുന്നു. അത് ദൈവത്തിന് മുമ്പിൽ നന്ദി പറയണം. ഇത് ചെറിയ കൂരയാണെങ്കിലും ദൈവം തന്ന വീടാണ്. അത് തന്നവനും നന്ദി ദൈവത്തിനടുത്ത് ഞങ്ങൾ പറയും. പക്ഷേ വ്യക്തിപരമായിട്ട് പറയാമല്ലോ, ഇവിടെ ഈ ഇടതുപക്ഷം തന്നെയാണ് വരും, ഉറപ്പാണ്. കാരണം എന്ന് പറയുമോ, പെൻഷൻ കറക്റ്റായിട്ട് കൊടുക്കും. പെൻഷൻ കറക്റ്റായിട്ട് മാത്രമല്ല, ജനങ്ങളുടെ രീതി നല്ല രീതിയിൽ ചെയ്യുകയും ചെയ്യും. പെൻഷൻ കൂടിയിട്ടുണ്ടെന്നാ പറയുന്നേ. 2000 രൂപ കിട്ടാൻ പോകണം. 2000 അത് 2000 ആണെങ്കിൽ 1600 ആണെങ്കിലും ദൈവത്തിന് മുമ്പ് ശരണം പറയണം. അത് ദൈവം തരുന്നതാണ്. പക്ഷേ ദൈവത്തിന് കൃപയുണ്ടാവും അങ്ങനെ ചെയ്യുന്നൊരു വ്യക്തിക്ക്. ഇടതുപക്ഷം തന്നെയാണ് ഇനി ഉള്ള ഇലക്ഷനും കറക്റ്റായിട്ട് വരുന്നത്. കോൺഗ്രസ് വേണ്ടേ? കോൺഗ്രസ് വേണ്ട. കോൺഗ്രസ് തന്നെ അവർ കൊള്ളന്മാർ. അത് തന്നെ. കറക്റ്റ് ഉറപ്പാണ് ഞാൻ പറഞ്ഞത്. ഇവർ തരികട പറയുന്ന അദ്ദേഹത്തിനെ കുഴപ്പിക്കാൻ നോക്കുന്ന, പക്ഷെ നടക്കത്തില്ല. പ്രശ്നക്കാരാ അവര്. അതേസമയം ഇവരിൽ ഒരു പ്രശ്നവും ഇല്ലെന്നുള്ളത് ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം. സ്വയബോധത്തോടെ ഇടതുപക്ഷ സർക്കാർ തന്നെ വരും. ഇനിയും അങ്ങോട്ട് അവർ തന്നെ ഭരിക്കും, ഉറപ്പ് കേസ്. മുഖ്യമന്ത്രി എപ്പോഴും പറയാറുള്ളത് പോലെ ജനാധിപത്യത്തിൻ്റെ സ്വാദം അനുഭവിക്കേണ്ടത് ഏറ്റവും താഴേക്കിടയിലുള്ളവരാണെന്ന് പറയാറില്ലേ? അപ്പം
ആ മനുഷ്യന്മാർ ആ സ്വാദ്, ജനാധിപത്യത്തിൻ്റെ സ്വാദ്, വികസനത്തിൻ്റെ സ്വാദ് അനുഭവിച്ചറിഞ്ഞവരുടെ നേർസാക്ഷ്യമാണിത്. ഈ വാക്കുകൾക്ക് കൂടുതൽ അപ്പുറത്തേക്ക് നമ്മളെന്താ പറഞ്ഞു വെക്കേണ്ടത്? മനസമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയുക എന്നതാണ് ഒരു മനുഷ്യന് ജീവിതത്തിൽ കിട്ടാൻ കഴിയുന്ന ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളിലൊന്ന്. അത്തരം മനസമാധാനത്തോടെ കിടന്നുറങ്ങുന്ന കുറേ മനുഷ്യന്മാരുടെ പുഞ്ചിരിക്കുന്ന കാഴ്ചകൾ കണ്ട് മനം കുളിർന്നാണ് നാട്ടുവണ്ടി വോട്ട് യാത്ര ഇവിടെ നിന്നും യാത്ര തുടരുന്നത്.